ഒരാൾ ഈ മഞ്ഞത്തിങ്ങനെ നടന്നു വരികയാണ്. മഞ്ഞിൽ കൂടെ നടക്കാൻ അത്ര എളുപ്പമല്ല. നമ്മൾ ഓരോ കാൽ വയ്ക്കുമ്പോഴും കാൽ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. അയാളുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്, ചട്ടി പോലത്തെ. മണ്ണിൽ നിന്നും പ്രൊട്ടക്ഷനായി മണ്ണൊക്കെ അതിൽ അതിലിങ്ങനെ താങ്ങിക്കോളും. അങ്ങനത്തെ ഒരു തൊപ്പി. അയാൾ ഓരോ കാൽ വയ്ക്കുമ്പോഴും തലയിലേക്ക് മഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് കൂടിക്കൂടി വന്നു മഞ്ഞ് നിറഞ്ഞ് തൊപ്പിയിൽ. അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയും മക്കളുമൊക്കെ അയാൾക്കായി കാത്തിരിക്കുകയാണ്. അവരൊക്കെ നോക്കുമ്പോൾ അയാളുടെ തലയിൽ ഒരു മഞ്ഞിൻ്റെ ഒരു കൂടുമായിട്ടാണ് അയാൾ വരുന്നത്. അങ്ങനെ അയാൾക്ക് ഒരു അടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും അയാൾ നടന്ന് വീട്ടിലെത്തി. അയാളുടെ കൂട്ടുകാർ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും വെയിറ്റും കൊണ്ട് ഇത്രയും മഞ്ഞും താങ്ങി വീട്ടിലെത്തിയത്? അപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരം കുറച്ച് കൗതുകം ഉളവാക്കുന്നതാണ്. അയാൾ പറഞ്ഞത്, ഈ തൊപ്പി എൻ്റേതല്ലേ, അപ്പോൾ അതിൽ വീഴുന്ന മഞ്ഞും എൻ്റേതെന്ന് വിചാരിച്ചാൽ പിന്നെ അതിന് ഭാരമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മളോട് എല്ലാവരും പറയും, കഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെടണം, കഷ്ടപ്പാട് വേണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട് ചെയ്താൽ പിന്നെ അതിന് ഭാരമില്ല. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്, നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കും. ഒയ്യോ, ഈ ടേബിൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം ഇത് ഞാൻ ക്ലീൻ ചെയ്യാം, ഇഷ്ടമോടെ ചെയ്താൽ പിന്നെ അതിന് ഭാരമില്ല. ഉദാഹരണത്തിന് നമ്മുടെ മെസ്സി വിചാരിക്കുകയാണ്, അയ്യോ ഇത്രയും വെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് ഞാൻ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന മെസ്സി ആയിരിക്കില്ല ചിലപ്പോൾ. അതുപോലെ തന്നെയാണ് നമുക്കെന്ത് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും അത് ഞാൻ മറികടന്നേ പറ്റൂ എന്ന പോസിറ്റീവ് മൈൻഡോടെ മറികടന്നാൽ പിന്നെ അതിന് ഭാരമില്ല. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. എന്താണ്? നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക.